ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടൻസി സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, വാട്ട് ആർ ദ components of computerized accounting system or 5 pillars of CAS. അതുപോലെ ഡാറ്റ എന്താണ്, ഡാറ്റ എങ്ങനെയാണ് ഇൻഫോർമേഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ആദ്യം അക്കൗണ്ട് എന്താണെന്ന് ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും ഒരു ഭാഗത്ത് നമ്മൾ ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് നോക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻ ബിസിനസ്, ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് വേരിയിങ് നാച്ചർ ഈസ് ടു ബി സ്റ്റോർഡ്, പ്രോസസ്ഡ് ആൻഡ് റിട്രീവ്ഡ്. Therefore, it becomes necessary to have proper classification of data. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസ്, പല നാച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടൻറ്റ് ഇതിനെ മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യണം. അതുപോലെ അതിനെ പ്രോസസ്സ് ചെയ്യണം. അതിനാവശ്യമായ സമയത്ത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ റിട്രീവ് ചെയ്യണം, തിരിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഈ ഡാറ്റയെ കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാൻ. എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് കൃത്യമായി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും സ്വഭാവം എന്താണെന്ന് കമ്പ്യൂട്ടറിന് തിരിച്ചറിയണമെങ്കിൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ അക്കൗണ്ടിനെയും ഗ്രൂപ്പ് ചെയ്തിരിക്കണം. Arranging the accounts of similar nature under suitable heads are called grouping of accounts. ഒരേ സ്വഭാവത്തിലുള്ള അക്കൗണ്ടുകളെ ഒരു പ്രത്യേക ഹെഡിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നു. അതിൽ നിന്ന് ആവശ്യമായ, ഫോർ എക്സാമ്പിൾ, ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യണം ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ സോഫ്റ്റ്വെയറിന് അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ നേരത്തെ കിട്ടിയിരിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമ്പോൾ സോഫ്റ്റ്വെയർ പ്രത്യേകമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടുകളെ എടുക്കണം. ഡയറക്റ്റ് എക്സ്പെൻസുകളാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, അതുപോലെ അസറ്റാണ്, ലാബിലിറ്റിയാണ്, ക്യാപിറ്റലാണ് എന്നൊക്കെ കമ്പ്യൂട്ടറിന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് നടത്തിയിരിക്കണം. ഓക്കെ. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമുക്ക് ഏതാണെന്ന് അറിയാം. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ്സ് എല്ലായ്പ്പോഴും അതിൻ്റെ ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും തുല്യമാണ്. ക്യാപിറ്റലിൻ്റെ കൂടെ റവന്യൂ ആഡ് ചെയ്യുന്നു, അതേപോലെ എക്സ്പെൻസസ് മൈനസ് ചെയ്യുന്നു. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് റവന്യൂസ് മൈനസ് എക്സ്പെൻസസ്. ഓക്കെ. ദെൻ ഈ ഗ്രൂപ്പിങ്ങിനൊരു എക്സാമ്പിൾ നോക്കാം. അസറ്റ്സ് ഒരു ഗ്രൂപ്പാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിന് അസറ്റ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അസറ്റ്സ്. അതിന് നമുക്ക് വീണ്ടും സബ് ഗ്രൂപ്പുകളെ കൊടുക്കാം. ഫിക്സഡ് അസറ്റ് ഒരു സബ് ഗ്രൂപ്പാണ്. കറൻറ്റ് അസറ്റ്
മറ്റൊരു സബ് ഗ്രൂപ്പാണ്. അതുപോലെ ലാബിലിറ്റീസ് ഒരു ഗ്രൂപ്പാണ്. അതിന് നമുക്ക് സബ് ഗ്രൂപ്പുകളെ കറണ്ട് ലാബിലിറ്റീസും ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ഒരു ഗ്രൂപ്പാണ്. അതിനെ വീണ്ടും ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് സബ് ഗ്രൂപ്പ് ചെയ്യാം. ഇൻകംസ് ഒരു ഗ്രൂപ്പാണ്. അതിനെ ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം എന്നൊക്കെ സബ് ഗ്രൂപ്പ് ചെയ്യാം. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നൊക്കെ നമുക്ക് സബ് ഗ്രൂപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് നടത്തുന്നത്. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. എ കോഡ് ഈസ് ആൻ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. Codification is the process of allotting codes to various accounts. It is the essence of computerized accounting system. കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. നമുക്കറിയാം പിൻ കോഡ്, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. എന്താ സംഭവം? നമുക്കൊരു ലെറ്റർ വരുമ്പോൾ ഏത് പോസ്റ്റ് ഓഫീസിനെയാണ്, ഏത് റീജിയനിലുള്ള ഏത് പോസ്റ്റ് ഓഫീസിനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോഡാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അഥവാ പിൻ കോഡ്. അപ്പോൾ ഇതുപോലെ ഓരോ അക്കൗണ്ടുകൾക്കും കോഡ് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കോഡ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിന് ഓരോ അക്കൗണ്ടുകളെയും തിരിച്ചറിയാനുള്ള ഒരു മാർക്കാണ്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് കോഡ് എന്ന് പറയുന്നത്. കോഡ് മേ ബി എ നമ്പർ, ആൽഫബറ്റ് ഓർ സിംബൽ allotted a particular account for identification. കോഡ് എന്താവാം? ഒരു നമ്പർ ആവാം, ഒരു സിംബൽ ആവാം, ഒരു ആൽഫബറ്റ് ആവാം, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനും ആവാം. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അക്കൗണ്ടിനും കോഡ് ചെയ്യുന്നത്? അക്കൗണ്ടുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഈ കോഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് ഗ്രൂപ്പിനാണ് 1 എന്ന കോഡ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സബ് ഗ്രൂപ്പാണ് ഫിക്സഡ് അസറ്റ്. അതിന് കൊടുത്ത കോഡ് നോക്ക്, 1.1 അല്ലെങ്കിൽ 1.1. ദെൻ ഫിക്സഡ് അസറ്റിനെ വീണ്ടും സബ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ. അതിൻ്റെ കോഡുകൾ ശ്രദ്ധിക്കുക. 1.1.1 ലാൻഡ്, 1.1.2 ബിൽഡിംഗ്, 1.1.3 ഫർണിച്ചർ. അപ്പോൾ 1 എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പിൻ്റെ കോഡാണ്. 1.1 അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അടുത്ത സബ് ഗ്രൂപ്പ്. ദെൻ 1.1.1 എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഫിക്സഡ് അസറ്റ് എന്ന സബ് ഗ്രൂപ്പിൽ ലാൻഡ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ്. അങ്ങനെ ആ രീതിയിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്. 1.2 എന്ന് പറയുന്നത് ഏതാ? കറണ്ട് അസറ്റാണ്. 1.2.1 ഏതാണ്? ക്യാഷാണ്. കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് 1 എന്ന് പറയുന്ന കോഡ് കൊടുത്തു. ദെൻ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന് 1.1 എന്ന കോഡ് കൊടുത്തു. കറണ്ട് അസറ്റ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന് 1.2 എന്ന കോഡ് കൊടുത്തു. ദെൻ ഫിക്സഡ് അസറ്റിൻ്റെ കീഴിൽ വരുന്ന സബ് ഗ്രൂപ്പുകൾക്ക് 1.1.1, 1.1.2 എന്ന രീതിയിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഡ് എന്ന് പറയുന്നത് ഓരോ അക്കൗണ്ടിനെയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് തിരിച്ചറിയാനുള്ള, നമ്മുടെ അക്കൗണ്ട് വർക്ക് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് തിരിച്ചറിയാനുള്ള കോഡുകളാണ്. ദെൻ ലാബിലിറ്റീസ് എന്ന ഗ്രൂപ്പ് നോക്ക്. ലാബിലിറ്റീസ് എന്ന ഗ്രൂപ്പിന് 2 എന്ന കോഡാണ് കൊടുത്തത്. ദെൻ അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ ലോങ് ടേം ലാബിലിറ്റീസും കറണ്ട് ലാബിലിറ്റീസും അതിന് കൊടുത്ത കോഡുകൾ 2.1 അല്ലെങ്കിൽ 2.1, 2.2 എന്ന രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടിന് 3 എന്ന കോഡ് കൊടുത്തു. 3.1 ഷെയർ ക്യാപിറ്റൽ, 3.2 റിസർവ്സ് ആൻഡ് സർപ്ലസ്. ദെൻ റവന്യൂസ് എന്ന അക്കൗണ്ട് ഗ്രൂപ്പിന് 4 എന്ന കോഡ് കൊടുത്തു. ദെൻ ഡയറക്റ്റ് ഇൻകം, റവന്യൂവിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഗ്രൂപ്പാണ് ഡയറക്റ്റ് ഇൻകം, അതിന് 4.1. ദെൻ ഇൻഡയറക്റ്റ് ഇൻകം 4.2. ദെൻ എക്സ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഗ്രൂപ്പിന് 5 എന്ന കോഡ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സബ് ഗ്രൂപ്പാണ് ഡയറക്റ്റ് എക്സ്പെൻസ് 5.1. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 5.2.
അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് ആവശ്യമായ തരത്തിൽ എത്ര അക്കൗണ്ട് ഗ്രൂപ്പുകളുണ്ടോ അതിനെല്ലാം കോഡ് അസൈൻ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സും രണ്ട് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സും. ദെൻ ടൈപ്സ് ഓഫ് കോഡ്സ്. ഇങ്ങനെ കോഡുകൾ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള കോഡുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സീക്വൻഷ്യൽ കോഡാണ്, 2 ബ്ലോക്ക് കോഡാണ്, 3 നിമോണിക് കോഡാണ്. സീക്വൻഷ്യൽ കോഡ്, ബ്ലോക്ക് കോഡ്, നിമോണിക് കോഡ്. ഒന്നാമത്തേത് സീക്വൻഷ്യൽ കോഡാണ്. നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ആർ അസൈൻഡ് ഇൻ കോൺസിക്യൂട്ടീവ് ഓർഡർ. നമ്പറുകളോ ലെറ്റേഴ്സോ തുടർച്ചയായ ഓർഡറിൽ നൽകുന്നതിനെയാണ് സീക്വൻഷ്യൽ കോഡ്സ് എന്ന് പറയുന്നത്. ദീസ് കോഡ്സ് ആർ പ്രൈമറിലി അപ്ലൈഡ് ടു സോഴ്സ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് ഇൻവോയ്സസ്, വൗച്ചേഴ്സ് ആൻഡ് ചെക്സ് എറ്റ്സെട്ര. പ്രധാനമായിട്ടും സോഴ്സ് ഡോക്യുമെൻറ്റുകളെ കോഡ് നൽകാൻ വേണ്ടിയിട്ടാണ് സീക്വൻഷ്യൽ കോഡ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സിന് കോഡ് ചെയ്യാൻ വേണ്ടി സീക്വൻഷ്യൽ കോഡ് ഉപയോഗിക്കാം, ക്രെഡിറ്റേഴ്സിന് കോഡ് നൽകാൻ വേണ്ടി സീക്വൻഷ്യൽ കോഡ് ഉപയോഗിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ D001 അനിൽ ട്രഡേഴ്സ്. നമ്മുടെ ഒരു ഡെപ്റ്ററാണ് അനിൽ ട്രഡേഴ്സ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ. ഈ ഡെപ്റ്റർക്ക് നൽകിയ കോഡ് D001 ആണ്. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഈ ഡെപ്റ്ററുടെ കോഡ് D001. മറ്റൊരു ഡെപ്റ്ററാണ് ബാബു സ്റ്റേഷനറി, D002. മറ്റൊരു ഡെപ്റ്ററാണ് രാജീവ് സ്റ്റേഷനറി, D003. ഈ രീതിയിൽ കോഡ് നൽകുന്നതിനെ സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇത് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ഓർഡറാണ് 1 2 3 4 അല്ലെങ്കിൽ ABCDE. ഈ രീതിയിൽ കോഡ് നൽകുന്നതിനെയാണ് സീക്വൻഷ്യൽ കോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്, ബ്ലോക്ക് കോഡ്സ്. എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഈസ് പാർട്ടീഷൻ ഇൻ ടു എ ഡിസൈർഡ് നമ്പർ ഓഫ് സബ് റേഞ്ചസ് ആൻഡ് ഈച്ച് സബ് റേഞ്ച് ഈസ് അലോട്ടഡ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് സബ് റേഞ്ചുകളാക്കി തിരിച്ച് ഓരോ സബ് റേഞ്ചിനെയും ഒരു പ്രത്യേക ഗ്രൂപ്പിന് അലോട്ട് ചെയ്യാം. അതിനെയാണ് ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 മുതൽ 100 വരെയുള്ള നമ്പറുകൾ ഒരു പ്രത്യേക വിഭാഗം പ്രോഡക്റ്റിന് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് കോഡാണ്. 1 to 100. ദെൻ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1001 മുതൽ 1999 വരെയുള്ള നമ്പറുകൾ ടെലിവിഷൻ സെറ്റുകൾക്കാണ്. 2001 മുതൽ 2999 വരെയുള്ള കോഡുകൾ മൊബൈൽ ഫോൺസിനാണ്. 3001 മുതൽ 3999 വരെയുള്ള കോഡുകൾ റെഫ്രിജറേറ്റേഴ്സിനാണ്. അപ്പോൾ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് നൽകിയ കോഡാണ് 1001 മുതൽ 1999 വരെ. ആ കോഡിൻ്റെ ഉള്ളിൽ പല കമ്പനികളുടെ ടെലിവിഷൻസ് ഉണ്ടാവും. അതുപോലെ 2001 മുതൽ 2999 വരെയുള്ള നമ്പർ, ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അലോട്ട് ചെയ്തിട്ടുള്ളത് മൊബൈൽ ഫോൺസിനാണ്. അതിൽ പല കമ്പനികളുടെ മൊബൈൽ ഫോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിൻ്റെ കേസിലും റേഞ്ച് ഓഫ് നമ്പേഴ്സിൽ പല കമ്പനികളുടെ റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോഡാണ് നിമോണിക് കോഡ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൽഫബറ്റ്സ് ഓർ അബ്രീവിയേഷൻസ് ആസ് സിംബൽസ് ടു റെപ്രസെൻറ്റ് എ പീസ് ഓഫ് ഇൻഫോർമേഷൻ. ഒരു പ്രത്യേക വിവരത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നതിനെ നമ്മൾ നിമോണിക് കോഡ്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് റെയിൽവേ നൽകിയിട്ടുള്ള കോഡ് CLT എന്നാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് നൽകിയിട്ടുള്ള കോഡ് TCR എന്നാണ്. നമുക്ക് വേണമെങ്കിൽ മലപ്പുറം എന്നുള്ളതിന് MLPM എന്ന കോഡ് നൽകാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഇൻഫോർമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം തിരിച്ചറിയുന്നതിന് ആൽഫബറ്റുകളോ അബ്രീവിയേഷൻസോ നൽകുന്നതിനെയാണ് നിമോണിക് കോഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ TVM4 ട്രിവാൻഡ്രം, PGT4 പാലക്കാട്, MLPM4 മലപ്പുറം, PJ4 പർച്ചേസ് ജേണൽ, SL4 സെയിൽസ് ലെഡ്ജർ, CB4 ക്യാഷ് ബുക്ക് എറ്റ്സെട്ര. എല്ലാറ്റിൻ്റെയും ഒരു ചുരുക്കം കമ്പ്യൂട്ടറിൽ നമ്മൾ കോഡായി നൽകുന്നതിനെയാണ്
നിമോണിക് കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെത്തഡോളജി ഓഫ് ഡെവലപ്പിംഗ് എ കോഡിംഗ് സ്ട്രക്ചർ. എങ്ങനെയാണ് നമ്മളൊരു കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്കൊരു പിൻ കോഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിൻ കോഡ് എന്താണെന്ന് അറിയാലോ, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ് 456001. ഇതൊരു പിൻ കോഡാണ്. ഇതിൽ ആദ്യത്തെ 4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീജിയൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏത് റീജിയൻ ആണെന്നാണ് ആദ്യത്തെ നമ്പർ ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ നമ്പർ 5 ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കീഴിലുള്ള സബ് റീജിയൻ ഏതാണ്. ദെൻ മൂന്നാമത്തെ നമ്പർ 6 ഉദ്ദേശിക്കുന്നത് സോർട്ടിംഗ് ഡിസ്ട്രിക്റ്റ് ആണ്. പോസ്റ്റ് ഓഫീസിൻ്റെ സോർട്ടിംഗ് ഡിസ്ട്രിക്റ്റ് ആണ് മൂന്നാമത്തെ കോഡായിട്ടുള്ള 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അവസാനത്തെ 3 അക്കം ഇത് പോസ്റ്റ് ഓഫീസ് കോഡാണ്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് 6 അക്കമുള്ള ഒരു പോസ്റ്റ് ഓഫീസ് കോഡാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏത് റീജിയനാണ് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ നമ്പർ സബ് റീജിയൻ, മൂന്നാമത്തെ നമ്പർ സോർട്ടിംഗ് ഏരിയ, ദെൻ ലാസ്റ്റ് 3 നമ്പേഴ്സ് ഏതാണ് പോസ്റ്റ് ഓഫീസ്. ദെൻ നമുക്കൊരു നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒറ്റനോട്ടത്തിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കേരളത്തിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോഡ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ ഈ നമ്പറിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നമ്പർ സ്കൂൾ കോഡാണ് 11166. MESHSS ഇരുമ്പിളിയം എന്ന സ്കൂളിൻ്റെ കോഡാണ് 11166. ദെൻ രണ്ടാമത്തെ 2020, ആ കുട്ടി പഠിക്കുന്ന വർഷം 2020 ദെൻ കോഴ്സ് കോഡാണ് മൂന്നാമത്തെ ഒരു സെറ്റ് നമ്പർ 39 എന്ന് പറയുമ്പോൾ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ കോഡാണ്. ദെൻ ക്ലാസ് ഏതാണ്, എയും ബിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ് എന്നുള്ളതിന് 1 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്പർ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കോഡാണ്. ദെൻ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കുട്ടിയുടെ റോൾ നമ്പറാണ്. അപ്പോൾ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ അലോട്ട് ചെയ്ത ഒരു കോഡാണ് മേലെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ വൈൽ ഡെവലപ്പിംഗ് എ കോഡിംഗ് സ്ട്രക്ചർ ദ ഹൈറാർക്കി ഓഫ് ദ സ്കൂളിംഗ് സിസ്റ്റം ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഫസ്റ്റ്. നമ്മളൊരു കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഹൈറാർക്കി എങ്ങനെയാണ്, ഇതിൻ്റെ ഓർഡർ എന്താണ്, ഇതിൻ്റെ രീതികൾ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്തൊക്കെ വിഷയങ്ങളാണ്? ഒന്ന്, ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്താണ്, എല്ലാ അക്കൗണ്ടുകളെയും ആ അക്കൗണ്ടുകളുടെ സ്വഭാവം അനുസരിച്ച് പ്രത്യേക ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിക്കുക. ദെൻ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഓരോ അക്കൗണ്ടിനും ഓരോ കോഡുകൾ അസൈൻ ചെയ്യുക. ദെൻ ടൈപ്സ് ഓഫ് കോഡ്സ്, 3 തരം കോഡുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. 1 സീക്വൻഷ്യൽ കോഡ്, 2 ബ്ലോക്ക് കോഡ്, 3 നിമോണിക് കോഡ്. ദെൻ മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തഡോളജി ഓഫ് ഡെവലപ്പിംഗ് എ കോഡിംഗ് സ്ട്രക്ചർ, എങ്ങനെയാണ് ഒരു കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.